SDPIയുടെ പിന്തുണ കാര്യത്തിൽ വി ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയും തമ്മിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നേമത്ത് മുഖ്യമന്ത്രി വരട്ടെയെന്നും MLA എന്താണ് ചെയ്തതെന്ന് മുഖ്യമന്ത്രി കാണട്ടെയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പിന്നെ എന്തിനാണ് SDPIന്റെ ഒപ്പം രാഷ്ട്രീയം ചെയ്യുന്നത്? അതിൻ്റെ ഡാമേജ് കണ്ട് കേട്ട് മനസ്സിലാക്കിയിട്ടാണ് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് SDPIന്റെ പിന്തുണ എടുക്കില്ല എന്ന്. അപ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ ഒരു ഭയങ്കര കൺഫ്യൂഷൻ. അവരെന്നെ തീരുമാനിക്കട്ടെ. 10 കൊല്ലം മുമ്പേ എല്ലാം ശരിയാവും എന്ന വാഗ്ദാനം കൊടുത്ത പാർട്ടി, 10 കൊല്ലം ഭരിച്ച മുഖ്യമന്ത്രി ഇന്ന് ജയിക്കാൻ SDPIന് കാല് പിടിക്കുന്നു. ഇതാണോ എല്ലാം ശരിയാവും എന്ന് പറയുന്ന CPMന്റെ സ്ഥിതി? ഞാൻ നോക്കൂ, സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഇവിടെ വന്ന് കാണട്ടെ. അദ്ദേഹത്തിൻ്റെ നിലവിൽ MLA 10 കൊല്ലം എന്ത് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ കാണട്ടെ. MS വീണയാണ് വിവരങ്ങളുമായി ചേരുന്നത്. വീണ, എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞ് 2016 അധികാരത്തിലേറിയ ഒരു സർക്കാർ 10 വർഷം തികയ്ക്കുമ്പോൾ ഒന്നും ശരിയായിട്ടില്ല എന്ന വസ്തുത ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണോ രാജീവ് ചന്ദ്രശേഖർ? മാത്രമല്ല, ഈ ഒന്നും ശരിയായില്ല എന്ന കാര്യം കേരളത്തിൽ ചർച്ചയാകാതിരിക്കാൻ വേണ്ടിയാണോ ഈ ഭീകരശക്തികളുടെ പേര് തുടർച്ചയായി ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് CPMും കോൺഗ്രസും? ഗൗതം, തീർച്ചയായും 10 വർഷത്തെ ഭരണവധി ജനങ്ങളുടെ ജീവിതത്തിന് ദുസ്സഹമാക്കുകയാണെങ്കിൽ ദുരിതം മാത്രമാണ് ഇടതുപക്ഷത്തിന്റെ ഭരണം കൊണ്ട് സമ്മാനിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പിലടക്കം പല പ്രചരണം നടക്കുന്ന സാഹചര്യങ്ങളിലും BJP ഓരോ ഇടങ്ങളിൽ എത്തുമ്പോൾ പോലും പലതരത്തിലുള്ള ജനങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. അടിസ്ഥാന വികസനമില്ലായ്മയുടെ പല ബുദ്ധിമുട്ടുകളും തങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ അവർ ആവർത്തിക്കുകയോ ചെയ്തൊരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ വിശ്വാസി സമൂഹത്തെ തകർക്കുന്ന ഒരു നിലപാടടക്കം സർക്കാർ സ്വീകരിച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ടൊക്കെ സർക്കാർ സ്വീകരിച്ചത് പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ തിരിച്ചടി ലഭിച്ചിട്ടുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ട് പോകുമ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പരാജയം ആവർത്തിക്കുമോ എന്നുള്ളൊരു ആശങ്ക വലിയ തരത്തിൽ ഇടതുപക്ഷത്തിനെ അലട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഭീകര സംഘടനയായ SDPIയെ കൂട്ടുപിടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വീണ്ടും കടിച്ചു തൂങ്ങുക, അതിനുള്ളൊരു അവസരം ഉണ്ടാക്കുക എന്നുള്ളൊരു ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് ഭീകര സംഘടനയുടെ വോട്ടെങ്കിൽ ആ വോട്ട് നേടുക എന്നുള്ള തരം താഴ്ന്ന ഹീനമായ പ്രവൃത്തിയിലേക്ക് ഇടതുപക്ഷം പോയിരിക്കുന്നത് എന്നുള്ളൊരു വിമർശനം തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷനും നേമമണ്ഡലം BJP സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ ഉന്നയിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മണ്ഡലത്തിലടക്കം വികസനം ഉണ്ടാകാത്തൊരു സാഹചര്യമുണ്ട്. വിദ്യാഭ്യാസ രംഗത്തടക്കം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ശിവൻകുട്ടി അപ്പൂപ്പൻ എന്ന തരത്തിലുള്ള പ്രചരണങ്ങളാണ് വലിയ തരത്തിൽ നടത്തുന്നത്. പക്ഷെ നമുക്കറിയാം, സ്കൂളുകളിലൊക്കെ നിലനിൽക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ MLA എന്ന രീതിയിൽ മണ്ഡലത്തിൽ നടത്താൻ കഴിയാതെ പോയിട്ടുള്ള വികസന മുരടിപ്പുണ്ട്. ഇതൊക്കെ ജനങ്ങൾ BJP സ്ഥാനാർത്ഥിയെ രാജീവ് ചന്ദ്രശേഖർ എത്തുമ്പോൾ അദ്ദേഹത്തോട് അവർ പങ്കുവയ്ക്കുകയാണ്. നാട്ടിൽ തൊഴിലില്ലായ്മയുടെ വിഷയം, ഒപ്പം തന്നെ കുട്ടികൾക്കടക്കം പലതരത്തിലുള്ള സ്കോളർഷിപ്പ് അടക്കം നൽകുന്നു എന്ന് പറയുമ്പോൾ പോലും അത് നടക്കാത്തൊരു സാഹചര്യമുണ്ട്. കേന്ദ്ര പദ്ധതിയായ PM ശ്രീ പദ്ധതി നടപ്പാക്കുമെന്നുള്ളൊരു വാഗ്ദാനം നൽകി കേരള ജനതയെ പറ്റിച്ച ഒരു വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ് വി ശിവൻകുട്ടി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അക്കാര്യങ്ങളൊക്കെ പൊതുജനങ്ങൾക്ക് ബോധ്യം സാഹചര്യമുണ്ട്. അപ്പോൾ സാധാരണ കുട്ടികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പോലും അത് സർക്കാരിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ കണ്ടുകൊണ്ട് താഴ്ന്ന ചിന്താഗതി കൊണ്ട് വിദ്യാഭ്യാസ ലോകത്തിനടക്കം അല്ലെങ്കിൽ വിദ്യാഭ്യാസ വിഭാഗത്തിനടക്കം ലഭിക്കാതെ പോയ ചില സാഹചര്യങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് തൊഴിലില്ലായ്മ വിദ്യാഭ്യാസ രംഗത്തെ അവഗണിച്ച MLAക്ക് ഇതിന് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളൊരു സാഹചര്യം മുൻനിർത്തി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഭീകര സംഘടനയുടെ വോട്ട് പിടിച്ചുകൊണ്ട് ആരുടെ വോട്ട് കിട്ടിയാലും അത് തങ്ങൾ സ്വീകരിക്കുമെന്നാണ്. വീണ, നേമത്ത് വന്ന് വി ശിവൻകുട്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് കാണുക, അതിനുശേഷം സംവാദം നടത്തുക എന്നാണ് പിണറായി വിജയന് മുന്നിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. മാത്രമല്ല, SDPI എന്ന സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള ഈ ഡീലിൽ അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും വി ശിവൻകുട്ടിയും ഉൾപ്പെടെയുള്ളവർ പറയുന്നുവെന്ന വിമർശനവും രാവിലെ മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഉന്നയിക്കുകയാണ്.